നമസ്കാരം. വീനസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം ഗ്രഹങ്ങളുടെ ബലം അളക്കുന്ന സംഗതി. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ എപ്പിസോഡിലും പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ദിശയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇന്ന് 2 കുഞ്ഞുങ്ങളുടെ ജാതകം കൂടെ സ്കാൻ ചെയ്യേണ്ടതുണ്ട്. അതും ഇത് കഴിഞ്ഞിട്ട്. ഇനി മറ്റൊരു സംഗതി, കാക്ക കരച്ചിൽ വളരെ ശല്യം ഉണ്ടാക്കുന്നു, അത് ഒഴിവാക്കി തരണം എന്ന് ഒരു കമൻറ്റ് ബോക്സിലും നേരിട്ട് ഫോണിലും എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കുന്നത് ഈ കാക്കക്കൂട്ടിൽ നിന്നാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതിന് കാരണം പണ്ട് കാലം മുതൽ കുഞ്ഞുങ്ങൾ തുടങ്ങി വെച്ചൊരു സമ്പ്രദായമായിരുന്നു. വീടിൻ്റെ മുകളിൽ കൊണ്ട് കുറച്ച് ധാന്യങ്ങൾ വിതറിയിടുകയും കുറച്ചൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കുകയും ചെയ്യും. വരുന്ന പക്ഷികൾക്ക് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വക അവിടെ കിട്ടേക്കും. അപ്പോൾ അത് തുടർന്നു കൊണ്ടുവന്നു. ഇപ്പം കുഞ്ഞുങ്ങൾ കൂട്ടത്തില്ലെങ്കിലും ആ പണി എന്നെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോയത്. അപ്പോൾ ഞാനത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആ സമയം തന്നെയാണ് എനിക്കിവിടെ ഈ സൂര്യപ്രകാശത്തിൻ്റെ ലൈറ്റിംഗ് ക്ലിയർ ആവുക. അതുകൊണ്ട് ആ കരച്ചിൽ കേൾക്കും. ഒഴിവാക്കാൻ എനിക്കൊരു മറ്റൊരു സ്ഥലത്തിലേക്ക് വീഡിയോ പിടിക്കാൻ ഉള്ള ഒരു സൗകര്യം ഉണ്ടാകുമ്പോൾ അത് പ്രശ്നം പരിഹരിക്കപ്പെടും. ഇനി വിഷയത്തിലേക്ക്. ചരരാശിയിലും സ്ഥിരരാശിയിലും ഉഭയരാശിയിലും ഒരു 3 ഡിഗ്രി 20 മിനിറ്റ് ഏത് ഗ്രഹം നിന്നാലും അത് ബലവാനാകും എന്ന് പറഞ്ഞാൽ, ഗുരു ചരരാശി, ഗുരുവല്ല ഏത് ഗ്രഹമായി കൊണ്ടുപോട്ടെ, ചരരാശിയിൽ നിന്നാൽ ഇതിനെ ഒരു രാശിയെ 9 ഭാഗിച്ച് നവാംശകത്തിലേക്ക് വേണ്ടി ഭാഗിക്കും. 3 ഡിഗ്രി 20 മിനിറ്റ് എന്ന അത് വച്ചിട്ടാണ് 30 ഡിഗ്രിയും ഭാഗിക്കുക. അപ്പോൾ ചരരാശിയിൽ ആദ്യത്തെ 3 ഡിഗ്രിക്കകം വന്നാൽ, നവാംശകം എങ്ങനെ കണക്കാക്കുന്നു എന്നുള്ളതിൻ്റെ എൻ്റെ മുൻ എപ്പിസോഡ് കാണുക. ആദ്യത്തെ 3 ഡിഗ്രി 20 മിനിറ്റ് വന്നാൽ ആ രാശിയിൽ തന്നെയായിരിക്കും ഗുരു അംശിക്കുക. അപ്പോൾ ഏതൊരു ഗ്രഹത്തിൻ്റെയും അംശകാധിപൻ ആ രാശിയുടെ നാഥനായി മാറിയാൽ, അല്ലെങ്കിൽ ആ രാശിയിൽ തന്നെ അംശിച്ചാൽ, ആ ഗ്രഹം വർഗോത്തമം ചെയ്തു നിൽക്കുന്നു എന്ന് പറയും. ആ ഗ്രഹം വർഗോത്തമം ചെയ്തു നിൽക്കുന്നു എന്ന് പറയും. അപ്പോൾ ഗ്രഹത്തിന് ഒരു ബലം ഉണ്ട്. ചരരാശികളിൽ ഗ്രഹം അംശിച്ചാൽ, ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു രാശിയെ 5 ഭാഗിക്കുന്ന ഒരു സൂത്രമുണ്ട്. ഓജരാശിയിൽ ആദ്യത്തെ 6 ഡിഗ്രിക്കകം ബാലൻ എന്ന് പറഞ്ഞാൽ അതൊരു ബലക്കുറവ് പറയുന്നുണ്ട്. പക്ഷേ ഈ സിദ്ധാന്തം അനുസരിച്ച് ബലവും പറയുന്നുണ്ട്. മിക്സ് ചെയ്ത് ചിന്തിക്കേണ്ടി വരും. ഒറ്റ കാരണം മാത്രം നോക്കി ജ്യോതിഷത്തിൽ ഒന്നും സാധ്യമല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ സ്ഥിരരാശിയിലാണ് ഗ്രഹം നിൽക്കുകയാണെങ്കിൽ, അതായത് ഇത് മേടം, കർക്കിടകം, തുലാം, മകരം, ഈ 4 രാശികളിൽ ആദ്യ 3 ഡിഗ്രി 20 മിനിറ്റ് നകം ഉള്ള ഗ്രഹത്തിന് ഒരു അംശക ബലം, ഒരു വർഗോത്തമ ബലം ഉണ്ട് എന്നർത്ഥം. അടുത്ത് സ്ഥിരരാശിയിലാണ് ഒരു ഗ്രഹം നിൽക്കുകയാണെന്ന് വിചാരിക്കുക. സ്ഥിരരാശിയിൽ നിന്നാൽ ആ രാശിയിൽ തന്നെ അംശിക്കുകയാണെന്നും വിചാരിക്കുക. ചരരാശി കണക്കാക്കുന്നത് പോലെ അല്ല. ഇതിൻ്റെ ത്രികോണം എടുത്തിട്ട്, ഇതിൻ്റെ ത്രികോണം എന്ന് പറഞ്ഞാൽ 5 9
5ഉം 9. ഇടവം, കന്നി, മകരം. അതിൻ്റെ ചരരാശി മുതലാണ് അംശകം എണ്ണി തുടങ്ങുക. അപ്പോൾ ചരരാശി ഇതാണ്: 1, 2, 3, 4. 4 എന്ന് പറഞ്ഞാൽ 16 ഡിഗ്രി 40 മിനിറ്റ്. 1, 2, 3, 4, 5. 5 നവാംശകവും കഴിഞ്ഞ് 6ാം നവാംശകത്തിൽ നിന്നാലേ ഇവിടെ അംശകം വരൂ. നമുക്കറിയാം 3 നവാംശകം 10 ഡിഗ്രിയാണ്. 4 നവാംശകം 13 ഡിഗ്രി 20 മിനിറ്റാണ്. 5ാം നവാംശകം വരിക 13 ഡിഗ്രി 20 മിനിറ്റ് കഴിഞ്ഞ് 16 ഡിഗ്രി 40 മിനിറ്റിനകം ഗ്രഹം നിന്നാലേ സ്ഥിരരാശിയിൽ ഇവിടെ അംശകം വരും. അപ്പോൾ സ്ഥിരരാശികളിൽ അംശകം വന്നാൽ ഇരട്ടി ബലമാണ്. രാശി മധ്യത്തിലാണ് ഗ്രഹം നിൽക്കുക. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആ രാശിയെ 5ആയിട്ട് ഭാഗിക്കുന്ന സൂത്രത്തിലായിരുന്നാലും ഇതിലായിരുന്നാലും ബലം ഇരട്ടിക്കും സ്ഥിരരാശിയിൽ എന്നർത്ഥം. ഇനി ഉഭയരാശിയിൽ ലഗ്നം നിൽക്കുകയാണെങ്കിലോ, ലഗ്നമല്ല ഏതും ആയിക്കൊണ്ടുപോട്ടെ, ലഗ്നം തന്നെ വയ്ക്കാം. ലഗ്നമോ ഗ്രഹമോ അവിടെ അംശകം വരണമെങ്കിൽ അത് എത്ര ഡിഗ്രിയിലായിരിക്കും നിൽക്കുക? അംശകം എണ്ണി തുടങ്ങുന്നത് അതിൻ്റെ ത്രികോണത്തിൻ്റെ. ഇതിൻ്റെ ത്രികോണം എന്ന് പറഞ്ഞാൽ മിഥുനം, തുലാം, കുംഭം. തുലാം രാശിയാണ് ചരരാശി. ഇവിടം മുതൽ എണ്ണി തുടങ്ങും. 1, 2, 3, 4, 5, 6, 7, 8, 9. ലാസ്റ്റ് നവാംശകത്തിൽ, അതായത് 26 ഡിഗ്രി 40 മിനിറ്റും കഴിഞ്ഞ് 30 ഡിഗ്രിക്കകമുള്ള രാശിയുടെ അന്ത്യത്തിൽ വന്നെങ്കിൽ ഇവിടെ അംശകം വരൂ. അപ്പോൾ രാശിയുടെ അന്ത്യത്തിൽ ഒരു ഗ്രഹം നിൽക്കുന്നത് പന്തിയല്ല എന്നാ പറയുക. പക്ഷേ ഈ അംശകത്തിൽ ഒരു ബലം ഉണ്ട് എന്നും പറയുന്നു. ഇനി ഗ്രഹബലം, ഒരു ഗ്രഹത്തിന് ബലമുണ്ടോ ഇല്ലയോ നോക്കാൻ ഒരുപാട് സൂത്രങ്ങളുണ്ട്. ദിഗ്ബലം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലഗ്നാൽ, ലഗ്നഭാവത്തിൽ, ആ ഭാവത്തിൽ ബുധനും ഗുരുവും നിന്നാൽ ദിഗ്ബലമുണ്ട്. 4-ൽ, ലഗ്നാൽ 4-ൽ ചന്ദ്രനും ശുക്രനും ദിഗ്ബലം പറയുന്നു. ലഗ്നാൽ 7-ൽ ശനിക്ക് ദിഗ്ബലം പറയുന്നു. ലഗ്നാൽ 10-ൽ രവി, 10 കർമ്മഭാവത്തിൽ രവിയും കുജനും നിന്നാൽ അതൊരു ദിഗ്ബലം പറയുന്നു. ലഗ്നാൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന ഗ്രഹത്തിന് പ്രത്യേക ബലം. ഇങ്ങനെ നിരവധിയായ സംഗതികൾ നോക്കിയേ നമുക്ക് ജ്യോതിഷത്തിലെ ഉള്ളറകളിലേക്ക് കടക്കാൻ കഴിയും. ഞാൻ വിമർശനങ്ങളെ നല്ല രീതിയിൽ സ്വീകരിക്കുന്ന ആളാണ്. ഞാൻ വിമർശിക്കാറുള്ള ആളുമാണ്. ജ്യോതിഷത്തിലല്ല, ഏത് കാര്യത്തിലും. കഴിഞ്ഞ ആഴ്ച എൻ്റെ കമൻറ്റ് ബോക്സിൽ ചില അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഞാൻ മുമ്പ് മോഹൻലാലിൻ്റെ വീഡിയോ ഇട്ടതുമായി ബന്ധപ്പെട്ട് അങ്ങനെയല്ല ജ്യോതിഷം പറയേണ്ടത്, ഇങ്ങനെയാണ്. അത് ഞാൻ വായിക്കുന്നില്ല, വായിച്ച സമയവും മെനക്കെടുത്തിട്ടില്ല. ഇത് അയാൾ ശരിയല്ല, മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പറയുന്നു, ഗ്രന്ഥങ്ങളെയും കുറ്റം പറയുന്നു. ആ ഗ്രന്ഥങ്ങളിലില്ല, ഈ ഗ്രന്ഥങ്ങളിലില്ല. അതെന്തുമായി കൊണ്ടുപോട്ടെ. ഞാൻ ആചാര്യ ഗുരുമുഖത്ത് നിന്ന് പഠിച്ചതും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങൾ മിക്സ് ചെയ്ത് എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ പറയുന്നത്. അങ്ങേക്ക് ശരി എന്ന് തോന്നുന്നത് അങ്ങേക്ക് വിശ്വസിക്കാം. ഇതാണ്, അത്ര എനിക്ക് പറയാൻ കഴിയും. ഇനി നമുക്ക് ഇനി അടുത്ത അധ്യായം മുതൽ, അടുത്ത പ്രാവശ്യം മുതൽ ഞാൻ പുതിയൊരു ദിശയിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ജ്യോതിഷത്തിലെ മറ്റൊരു ദിശയിലേക്ക്. അപ്പോൾ നമുക്ക് ഇനി ഒരു 2 കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ ജാതകം എന്താണെന്ന് നോക്കാം. 2013 ജനിച്ച കുട്ടിയാണ്.
ഒരു 11 വയസ്സായിരിക്കാം. ലഗ്നം വന്നിരിക്കുന്നത് ഇടവത്തിൽ. അവിടെ മാന്തിയുണ്ട്, ചന്ദ്രനുണ്ട്, ഗുരുവുണ്ട്. 6-ൽ സർപ്പനും മന്ദനം, 8-ൽ ലഗ്നാധിപനായ ശുക്രൻ, 10-ൽ രവി, ബുധൻ, കുജൻ. പോട്ടെ. ആദ്യം നമ്മൾ നോക്കുക ലഗ്നത്തിന് ബലമുണ്ടോ എന്നാണ്. അതിന് ലഗ്നാധിപനെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ലഗ്നാധിപൻ ഗുരുവിൻ്റെ രാശിയിലാണ്. 8-ലാണെങ്കിലും ഗുരുവും ലഗ്നാധിപനും തമ്മിൽ പരിവർത്തനം നടന്നിരിക്കുന്നു. 1-ഉം 8-ഉം തമ്മിലുള്ള ബന്ധം, 8 കണ്ണുനീര്, ദാരിദ്ര്യം, ദുഃഖം, മരണം, വേർപാട് എന്നിത്യാദി കാര്യങ്ങളെ സൂചിപ്പിക്കുന്നിടത്ത് ലഗ്നാധിപനും 8-ാം ഭാവപതി തിരിച്ചും വന്നിരിക്കുന്നത് കൊണ്ട് ആയുസ്സുള്ള കുട്ടിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ലഗ്നാധിപൻ ഏത് ഭാവവുമായി ബന്ധപ്പെടുന്നോ ആ ഭാവത്തിന് പുഷ്ടിമ. ലഗ്നാധിപനെ 8-ൽ നിന്നുകൊണ്ട് 2-ലേക്ക് ദൃഷ്ടി. ലഗ്നാധിപൻ 8-ൽ നിന്നുകൊണ്ട് 2-ലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം കിട്ടണമല്ലോ. തീർച്ചയായിട്ടും കിട്ടുകയും ചെയ്യും. 8 സൂചിപ്പിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളും ആയിരിക്കും നല്ലത്. ഈ 2-ാം ഭാവപതി എവിടെയെന്നുള്ള അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ 10-ൽ 2-ാം ഭാവപതി 10 കർമ്മഭാവമാണ്. ഈ കുട്ടിയുടെ കർമ്മഭാവം ഉജ്ജ്വലമായി നിൽക്കുക. രവിയും കുജനും 10-ൽ ദിഗ്ബലത്തോടെ നിൽക്കുന്നു. രവിക്കും കുജനും ബുധനും ഈ 10 അത്ര പന്തിയല്ല, ആ രാശി അത്ര പന്തിയല്ല, 10 ആ രാശി. എന്നാലും ദിഗ്ബലത്തോടെ നിൽക്കുന്നു. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തൊഴിൽ കിട്ടണമല്ലോ. ഗുരു ദിഗ്ബലമുണ്ട്, ഗുരുവിന് ദിഗ്ബലമുണ്ട്. ഗുരു 11-ാം ഭാവപതിയുമാണ്. ചന്ദ്രൻ, മാതൃകാരകനായ ചന്ദ്രൻ ഉച്ചത്തിലാണ്. ചന്ദ്രഗുരു യോഗം ഒരു ഗജകേസരി യോഗം പ്രദാനം ചെയ്യുന്നു. ഇത്യാദി സൂചനകൾ ഗ്രഹനിലയിൽ നിന്ന് കിട്ടുന്നുണ്ട് എങ്കിൽ പോലും ഈ വ്യക്തി വിചാരിച്ചെങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ മാതാപിതാക്കളുമല്ല അവർക്ക് സപ്പോർട്ട് ചെയ്യാനേ കഴിയൂ. കുഞ്ഞുങ്ങൾ എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസത്തിലേക്ക് വേണ്ടിയും അവരുടെ പ്രവർത്തന മേഖലകളിൽ ഒരു സപ്പോർട്ട് കൊടുക്കാനേ കഴിയൂ. അവനവൻ്റെ ജീവിതം അവനവൻ തന്നെയാണ് മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അത് പറയാൻ കാരണം, എനിക്ക് ഒരാഴ്ച മുമ്പല്ല, കഴിഞ്ഞ ആഴ്ച ഒരു മകളുടെ ജാതകം ഇട്ട് തന്നിട്ട്, 28 വയസ്സായ ഒരു മകളുടെ ജാതകം എനിക്ക് ഇട്ട് തന്നിട്ട് ഇതൊന്ന് പറയണമെന്ന് പറഞ്ഞു. അവർ മകളുടെ അവസ്ഥയൊന്നും പറഞ്ഞില്ല. അവരിങ്ങനെ ഞാൻ വിദ്യാഭ്യാസം മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം അപ്പുറത്ത് നിന്നും ഒരു തേങ്ങൽ. ഞാൻ ചോദിച്ചു, എന്താണ് സാർ? അവൾ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, അവൾക്ക് സംസാരശേഷിയില്ല, 28 വയസ്സായതിനു ശേഷം ഇതുവരെയും സ്വന്തം കാര്യം നടത്താൻ പോലും പ്രാപ്തിയില്ല. ഞാൻ ഞെട്ടിപ്പോയി. ചില സംഭവങ്ങൾ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വെച്ചത് നല്ലൊരു ഗ്രഹനില കിട്ടി എന്ന് പറഞ്ഞ് കാര്യമല്ല, അതിനനുസരിച്ച് നമ്മുടെ കർമ്മം കൂടെ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഈ കുട്ടിയുടെ വിവാഹഭാവം കൂടെ ഒന്ന് നോക്കാം. 7-ാം ഭാവപതി കുജൻ ദിഗ്ബലത്തോടുകൂടി നിൽക്കുന്നെങ്കിലും രവിയും കുജനും തമ്മിലുള്ള ബന്ധം ഒരല്പം തീവ്രതയേറും. 7-ന് ദിഗ്ബലത്തോടെ നിൽക്കുന്നു എന്നുള്ള സംഭവമുണ്ട്. മാത്രമല്ല 7-ലേക്ക് ശുഭബന്ധമുണ്ട്. ചന്ദ്രൻ്റെയും ഗുരുവിൻ്റെയും ദൃഷ്ടി 7-ലുണ്ട്. കുഴപ്പമില്ല, പോകും.
ശനി ഉച്ചനാണ്. 6ാം ഭാവത്ത് നിൽക്കുന്ന ശനി ഉച്ചനുമാണ്. ശനി 12ലേക്കുള്ള ദൃഷ്ടി, 2ാം ഭാവപതി 10-ൽ, 2ലേക്കുള്ള ശുക്രൻ്റെ ദൃഷ്ടി. നല്ല വിദ്യാഭ്യാസം കിട്ടും. ഇതിൽ 7ാം ഭാവ സംബന്ധമായി ഞാൻ കുഴപ്പം കാണുന്നില്ല. 7ാം ഭാവപതിക്ക് പാപബന്ധമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചെറിയ ക്ലാഷുകൾ വരാം എങ്കിലും ഗുരുവിൻ്റെ സാന്നിധ്യം ഉണ്ട്. ഞാൻ പറയും ഒരു നല്ല ജാതകമാണ്. നല്ല ജാതകമാണെങ്കിൽ ഈ കുട്ടി അവർക്കിഷ്ടമുള്ള മേഖലകളിൽ പഠിക്കണം, അത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു ജാതകത്തിലേക്ക്. ഇത് 13/8/1994 ജനിച്ച ഒരു കുട്ടിയുടെ ജാതകമാണ്. ഞാൻ നേരത്തെ ഇട്ട ജാതകത്തിന് ഏകദേശം ഒരു സമാനത ഉള്ള ജാതകമാണ്. കാരണം രണ്ടുപേരുടെയും ലഗ്നാധിപനൊന്നും, ലഗ്നത്തിൽ തന്നെ ചന്ദ്രനും ഗുരുവും ഈ കുട്ടിക്ക് നിപ്പുണ്ട്. മറ്റേ കുട്ടിക്ക് ഉണ്ടായിരുന്നു. മറ്റേ കുട്ടിക്ക് 10-ൽ രവി ബുധൻ കുജനുണ്ടായിരുന്നുവെങ്കിൽ ഈ കുട്ടിക്കും 10-ൽ രവി ബുധനുണ്ട്. ആ കുട്ടിയുടെ ലഗ്നാധിപൻ 8-ലായിരുന്നുവെങ്കിൽ ഈ കുട്ടിയുടെ ലഗ്നാധിപൻ 12-ൽ. ഇത് ലഗ്നത്തിന് ബലമുണ്ടോ എന്ന് നോക്കാം. ഗുരു ദിഗ്ബലത്തോടെ നിൽക്കുന്നു. പക്ഷേ ചന്ദ്രൻ ആ കുട്ടിക്ക് ഏകദേശം ഉച്ചത്തിലായിരുന്നുവെങ്കിൽ ഈ കുട്ടിക്ക് നീചത്തിലോട്ട്, ചന്ദ്രൻ്റെ നീചരാശിയാണ്. മനസ്സിൻ്റെ കാരകനാണ്. മനസ്സിൻ്റെ ഭാവമായ ശനി, ഭാവാധിപൻ അവിടെ ഉണ്ട് നല്ലത്. പക്ഷേ ചന്ദ്രൻ നമ്മുടെ ഒരു ആത്മവിശ്വാസക്കുറവ് നമുക്കുണ്ടാക്കാൻ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. വിദ്യാഭ്യാസം കാലമൊക്കെ കഴിഞ്ഞ് പോയിരിക്കുമല്ലോ. കാരണം നിൽക്കുന്ന രാശിയിൽ നിന്ന് 5ാം ഭാവാധിപനായ 4ഉം 5ഉം ഭാവാധിപനായ ശനി ഈ രാശിക്കാർക്ക് വെറും പാപൻ എന്ന് പറയാൻ പറ്റില്ല, യോഗക്കാരകനാണ്. ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും 2ലേക്ക് ദൃഷ്ടി. വിദ്യാഭ്യാസം കിട്ടിയിരിക്കണമല്ലോ. ആ വിദ്യയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ തന്നെ 2ാം ഭാവപതിയെ ശ്രദ്ധിച്ചാൽ 9-ൽ ഭാഗ്യസ്ഥാനത്ത് എല്ലാ ഗ്രഹങ്ങൾക്കും 12 മോശ സ്ഥാനമാകുമ്പോൾ ശുക്രന് മാത്രം 12 നല്ലതാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു ബലക്കുറവ് ലഗ്നാധിപനുള്ളത് ശുക്രൻ്റെ നീചരാശിയായിപ്പോയി. ഇപ്പോൾ നമ്മൾ ലഗ്നാധിപന് ബലക്കുറവ് വരുമ്പോൾ നമ്മളൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ ചിലർക്ക് ആയാസേന എളുപ്പം കിട്ടുന്നത് നമുക്കിത്തിരി കഠിനാധ്വാനം, ലക്ഷ്യബോധത്തോടുകൂടിയുള്ള കഠിനാധ്വാനം നടത്തേണ്ടി വരും എന്നർത്ഥം. അപ്പോൾ വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടായിരിക്കാം, തൊഴിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. പരിശ്രമിച്ചാൽ ഈ സർക്കാർ അധികാര കേന്ദ്രങ്ങളുടെയൊക്കെ രവിക്ക് 10-ൽ ദിഗ്ബലം ഉണ്ടോ എന്ന് മാത്രമല്ല, നിപുണയോഗവും അവിടെ പ്രദാനം ചെയ്യുന്നു. വിദ്യാകാരകനായ ബുധനാണ് 10-ൽ നിൽക്കുക. പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരല്പം പരിശ്രമിച്ചാൽ തൊഴിൽ കിട്ടും. ഇനി വിവാഹഭാവം കൂടെ നോക്കാം. 7ാം ഭാവപതി എവിടെ? 7ാം ഭാവപതി ഭാഗ്യസ്ഥാനത്ത് ശനിബന്ധമില്ലാതെയൊക്കെ നിൽക്കുകയാണ്. 7ലേക്ക് നിൽക്കുന്ന രാശിയിൽ നിന്ന് ശനിക്ക് 3ലേക്ക് ദൃഷ്ടി. ഒരു യോഗകാരകനാണെങ്കിലും അത് ഒരല്പം പിന്നോട്ട് വലിക്കേണ്ട ആളാണ് ശനി. മാത്രമല്ല 5ാം ഭാവാധിപനുമാണ്. 5ഉം 7ഉം തമ്മിലുള്ള ബന്ധം അത് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആളെ കല്യാണം കഴിക്കാൻ സാധ്യത കിട്ടിയേക്കാം. 7ലോട്ട് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്, നിയന്ത്രണത്തിൻ്റെ ആൾ. പക്ഷേ ലഗ്നാധിപനും വിവാഹകാരകനുമായ
ശുക്രന് നീചനാണ്, പക്ഷെ 12 നല്ലതാണ്. ശുക്രനെ കുജൻ ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയും. നിൽക്കുന്ന രാശിയിൽ നിന്ന് 4ലേക്കുള്ള ദൃഷ്ടി. പക്ഷേ കുജൻ ഇവിടെ 7ാം ഭാവപതിയാണ്. അത് കുഴയ്ക്കുന്നില്ല. അത് 7ാം ഭാവപതി ഭാഗ്യസ്ഥാനമായ 9ലും. ഇനി മറ്റൊരു സംഗതി, നമുക്ക് രോഗഭാവം ചിന്തിക്കുന്നത് 6ഉം 8ഉം 12ഉമാണ്. ഓരോന്നിനും ഓരോ സംഗതി പറഞ്ഞിട്ടുണ്ട്. 6 നോക്കുമ്പോഴത്തേക്കും 6ലേക്ക് ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട്. 6ാം ഭാവപതിക്ക് ലഗ്നബന്ധവുമുണ്ട്. 6 സംബന്ധിച്ച കുഴപ്പങ്ങൾ അവിടെ കാണുന്നില്ല. അടുത്ത 8ാം ഭാവപതി തന്നെയാണ് ലഗ്നാധിപൻ. ലഗ്നാധിപന് ഒരല്പം ബലക്കുറവ്, നീചത്തിൽ വന്നതുകൊണ്ടുള്ള ബലക്കുറവുണ്ട്. ചെറിയ ബുദ്ധിമുട്ട് വന്നാലും ചികിത്സിച്ചാൽ ഭേദമാണ്. പിന്നെ 12 ലഗ്നാധിപൻ തന്നെ നിൽക്കുകയാണ്. വലിയ പ്രശ്നമൊന്നുമില്ല. ഇത്രയൊക്കെയാണ്. അപ്പോൾ വിവാഹ ഭാവത്തെപ്പറ്റി ഞാൻ വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും പറ്റി പറഞ്ഞു കഴിഞ്ഞു. 7ാം ഭാവ സംബന്ധമായ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതൊക്കെ പോകണമെങ്കിൽ, നമ്മൾ ഇതൊക്കെ ആയിത്തീരണമെങ്കിൽ നല്ല തൊഴിലേക്കും വിവാഹ ജീവിതത്തിലേക്കും ഒക്കെ. വിവാഹ ജീവിതമൊക്കെ ഇയാളുടെ മാത്രം എടുത്താൽ പോരാ, മറ്റേയാളുടെയും നോക്കണം എന്തെങ്കിലും കുഴഞ്ഞു കിടപ്പുണ്ടോ എന്ന്. കാരണം ഇത് പരിപൂർണമായും ശുദ്ധമാക്കപ്പെട്ട 7 അല്ലല്ലോ, ഒരു സാനി ബന്ധം വന്നിരിക്കുകയാണല്ലോ. പോകും. വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചോളൂ, പോകും. അപ്പോൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാരണം എല്ലാ യൂട്യൂബേഴ്സിനെയും പോലെ ഇവിടെ വ്യൂസുകൾ കുറഞ്ഞുകൊണ്ടുവരുന്ന സമയമാണ്. ആരും മൊബൈൽ എടുത്ത് കാണാവുന്ന സമയമില്ല. പരീക്ഷാകാലമാണ്, മാർച്ച് മാസമൊക്കെ. അപ്പോൾ അതിന് സമയം കിട്ടില്ല. ഇനി സമയം കിട്ടിക്കൊള്ളു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചാനലിൻ്റെ വളർച്ചക്കായി എന്നോടൊപ്പം നിൽക്കണം എന്നപേക്ഷിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ജ്യോതിഷം പഠിക്കുകയും ചെയ്യാം, ഞാൻ എൻ്റെ ചാനൽ വളർത്തുകയും ചെയ്യും, എനിക്ക് ഇത്തിരി ചില്ലറ കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.